സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭാരതത്തിന്റെ 76ാം സ്വാതന്ത്ര്യദിനം ജില്ലയിൽ വിപുലമായി ആഘോഷിച്ചു. വടക്കാഞ്ചേരി മേഖലയിലെ വിവിധയിടങ്ങളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു. തലപ്പള്ളി താലൂക്ക് മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ MLA സേവ്യർ ചിറ്റിലപ്പള്ളി പതാക ഉയർത്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി ജീവനക്കാരുടെ അനാസ്ഥ. വാഴാലിപ്പാടം 28 നമ്പർ അംഗനവാടിയിലെ കുടിവെള്ള ടാങ്കിൽ എലിയടക്കമുള്ള ജീവികൾ ചത്തുകിടക്കുന്നതായി കണ്ടെത്തി. പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്ത്. തൃശൂർ ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ പരേഡിൽ SPC വിഭാഗത്തിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ 1ാം സ്ഥാനം നേടി. വിജയാഘോഷത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ SHO K മാധവൻകുട്ടി കുട്ടികൾക്ക് അഭിനന്ദനം അറിയിച്ചു. കഞ്ചാവ് നട്ടുവളർത്തിയ കേസിൽ മധ്യവയസ്കനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ലക്ഷം വീട് കണ്ടങ്ങത്ത് 45 വയസ്സുള്ള ശിവദാസനാണ് അറസ്റ്റിലായത്. കേന്ദ്ര കേരള സർക്കാരുകളുടെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവസങ്കല്പ പദയാത്ര നടത്തി. DCC ജനറൽ സെക്രട്ടറി ജോണി മണിച്ചിറ, പാഞ്ഞാൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ TV വാസുദേവന് പതാക നൽകി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ടൗണിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ജനകീയ സത്യാഗ്രഹം ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അടുത്തിടെ തുടർച്ചയായി നിരവധി അപകടങ്ങൾ റെയിൽവേ ഗേറ്റിൽ ഉണ്ടായതിനെ തുടർന്നാണ് അടിയന്തരമായി അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നത്. വാർത്തകൾ വിശദമായി. ഭാരതത്തിന്റെ 76ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം തലപ്പള്ളി താലൂക്ക് മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ വെച്ച് നടന്നു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ദേശീയ പതാക ഉയർത്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ലോകത്ത് തന്നെ ഉയർത്തി കാണിക്കാവുന്ന കോളനി വിരുദ്ധ സമരങ്ങളിലൊന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടം. ഈ പോരാട്ടം നടത്തിയ ധീരദേശാഭിമാനികൾ അവർ മുന്നോട്ട് വെച്ച ഒട്ടേറെ മുദ്രാവാക്യങ്ങളുണ്ട്. സ്വതന്ത്ര ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള നിരവധിയായ കാഴ്ചപ്പാടുകൾ രൂപം കൊണ്ടത് തന്നെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ തീച്ചുളയിൽ നിന്നാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിലെ വളരെ പ്രാധാന്യത്തോടുകൂടി പറയുന്ന ഈ രാജ്യം മതനിരപേക്ഷമാണ്, ജനാധിപത്യമാണ്, പരമാധികാരം ഉള്ള രാജ്യം, സോഷ്യലിസം അംഗീകരിക്കുന്ന രാജ്യം എന്ന നിലയിൽ മതേതര ജനാധിപത്യ പരമാധികാര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി നമ്മുടെ രാജ്യം മുന്നോട്ട് പോയത് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ മുദ്രാവാക്യം ഏറ്റെടുത്ത് അതിനനുസരിച്ച് നമ്മുടെ രാജ്യം രൂപപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ രാജ്യം 2 നൂറ്റാണ്ടുകാലം സൂര്യനാസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കൈകളിലായി. ഇന്ത്യ രാജ്യത്ത് കച്ചവടം നടത്തുന്നതിന് വേണ്ടി വന്ന വൈദേശികൾ, വെള്ളക്കാർ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചുകൊണ്ട് ഇവിടെ കച്ചവടം നടത്താനും അതിനുശേഷം നാട്ടുരാജാക്കന്മാരുമായി പോരാടിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരം ഈ സാമ്രാജ്യ ശക്തികൾ അടക്കി വാഴുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ
PR അരവിന്ദാക്ഷൻ, നഗരസഭാ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, തഹസിൽദാർ MK കിഷോർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ SSLC, +2, VHSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. വേലൂർ കുറുമാലിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകനായ 4 വയസ്സുകാരൻ കുളത്തിൽ വീണ് മരിച്ചു. ആസാം സ്വദേശി അമീറിന്റെയും ജാസ്മീനയുടെയും മകനായ റോക്കിബുള്ളാണ് മരിച്ചത്. ഇവർ ജോലി സംബന്ധമായ ആവശ്യത്തിന് കുറുമാലിയിലുള്ള ഫാം ഹൗസിൽ താമസിച്ചു വരികയാണ്. ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിൽ വീടിനടുത്തുള്ള കുളത്തിൽ നിന്ന് 4:30യോടെയാണ് കുട്ടി വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ ആരംഭിച്ചു. അങ്കണവാടി വിദ്യാർത്ഥിയാണ്. ചെറുതുരുത്തി കോഴിമാംപറമ്പ് ക്ഷേത്രവും ചെറുതുരുത്തി ആനപ്രേമി സംഘവും സംയുക്തമായി കോഴിമാംപറമ്പ് ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. തന്ത്രി തീയന്നൂർ ചിത്രഭാനു നമ്പൂതിരി, മേൽശാന്തി പുത്തില്ലം നാരായണൻ എമ്പ്രാന്തിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, ഗജപൂജ എന്നിവയ്ക്ക് ശേഷം ആനയൂട്ട് നടന്നു. മുതിർന്ന ആനപ്പാപ്പാൻ പൈങ്കുളം കുട്ടപ്പനെ ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണൻ നമ്പൂതിരി പൊന്നാട അണിയിച്ച് ആദരിച്ചു. ആന ഉടമസ്ഥ സംഘം സംസ്ഥാന സെക്രട്ടറി ശ്രീജിത്ത് വളപ്പായ ഉപഹാര സമർപ്പണം നടത്തി. ആനപ്രേമി സംഘം പ്രസിഡന്റ് ജയനാരായണൻ N, സെക്രട്ടറി കാർത്തിക് ശങ്കർ NS തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ തന്നെ നിരവധി ഭക്തർ ആനയൂട്ടിന് ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഇന്നത്തെ അടുത്ത പ്രധാന പരിപാടി എന്ന് പറയുന്നത് സമീപ പ്രദേശത്ത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും മുതിർന്ന ചട്ടക്കാരനും ഗജപരിപാലനുമായ ശ്രീ പൈങ്കുളം കുട്ടപ്പേട്ട ആദരിക്കലാണ്. ആദരിക്കുന്നത് പൊന്നാട അണിയിക്കുന്നത് ക്ഷേത്രം ട്രസ്റ്റി, വരകം കൊടുക്കുന്നത് ശ്രീജിത്ത് വളപ്പായ അവർകളുമാണ്. തുടർന്നും ആനപ്രേമി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഒരു 6 മാസ കാലയളവിൽ ഗജപരിപാലനവും അനുബന്ധ കാര്യങ്ങളിലും പഠന ക്ലാസ്സുകൾ, പിന്നെ ഗജ പരിപാലന രംഗത്ത് ആനകൾക്കും ആനത്തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനുമൊക്കെ എങ്ങനെ ഞങ്ങൾക്ക് ഉതകാൻ കഴിയുന്ന വിധത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കണം എന്നാണ് വിചാരിക്കുന്നത്. വാഴാലിക്കാവ് 28-ാം നമ്പർ അംഗനവാടിയിലെ കുടിവെള്ള ടാങ്കിൽ എലി അടക്കമുള്ള ജീവികൾ ചത്തുകിടക്കുന്നതായി കണ്ടെത്തി. മാസങ്ങളായി ഈ ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് കുട്ടികൾക്ക് കുടിക്കുവാനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും എടുക്കുന്നത്. കുട്ടികൾക്ക് ദിവസങ്ങളായി വിട്ടുമാറാത്ത പനിയും മറ്റ് അസുഖങ്ങളും ഉണ്ടാകുന്നതിനെ തുടർന്ന് സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തൽ ചടങ്ങിനെത്തിയ രക്ഷിതാക്കൾ നടത്തിയ പരിശോധനയിലാണ് കുടിവെള്ള ടാങ്കിൽ എലി ചത്തുകിടക്കുന്നത് കണ്ടത്. സംഭവത്തിൽ അംഗനവാടി ജീവനക്കാരുടെ നിരുത്തരവാദപരമായ പ്രവർത്തനത്തിൽ രക്ഷിതാക്കൾ ശക്തമായി പ്രതിഷേധിച്ചു. നമ്മുടെ വാട്ടർ ടാങ്കിൽ ക്ലീൻ ചെയ്തിട്ട് ഒരുപാട് കാലങ്ങളായി. ആ വെള്ളം കുട്ടികൾക്ക് കുടിച്ചിട്ട് എന്നും രോഗങ്ങളാണ്. 2 ദിവസം വിട്ടാൽ 3-ാമത്തെ ദിവസം കുട്ടികൾക്ക് പനി, ജലദോഷം, ശർദ്ദി, വയറിളക്കം ഇതൊക്കെയാണ് വരുന്നത്. എന്താണെന്ന് നോക്കി വെള്ള ടാങ്കിൽ പോയി നോക്കുമ്പോൾ അതിനകത്ത് പല്ലിയും പാറ്റ, അതുപോലെ പുഴു, എലി ചത്ത് കിടക്കുക, കളർ, വെള്ളത്തിന്റെ മണം തന്നെ അസഹനീയമാണ്. ഇതിന് എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാക്കണം, അല്ലാതെ കുട്ടികളെ ഞങ്ങൾ നഴ്സറിയിലേക്ക് വിടില്ല. തൃശൂർ ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ പരേഡിൽ SPC വിഭാഗത്തിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ 1-ാം സ്ഥാനം നേടി. വിജയാഘോഷത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കേഡറ്റുകളെ SHO അഭിനന്ദിച്ചു. തുടർന്ന് സ്കൂളിൽ വെച്ച് നടന്ന വിജയാഹ്ലാദ സമ്മേളനത്തിൽ വടക്കാഞ്ചേരി SHO K മാധവൻകുട്ടി വിജയികളെ അഭിനന്ദിക്കുകയും കേഡറ്റുകൾക്ക് മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. യോഗത്തിൽ PTA പ്രസിഡന്റ് BA സുരേഷ്, സീനിയർ അസിസ്റ്റന്റ് ശാന്ത B, DI-മാരായ PK ശ്രീദേവി, ഗോഡ്വിൻ, CPO-മാരായ KK മജീദ്, ചിത്ര VM എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ ഫസ്റ്റ് വന്നതിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കൂടെ DI-മാർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വടക്കാഞ്ചേരി പോലീസിനുള്ള ഏറ്റവും വലിയ അംഗീകാരം, അതേപോലെ തന്നെ നമ്മുടെ മാഷക്കും മാഷന്മാർ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് പാസിംഗ് ഔട്ട് നടത്തിയ എല്ലാ വിദ്യാർത്ഥികൾക്കും വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിലെ PTA കമ്മിറ്റിയുടെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, ആശംസകൾ അറിയിക്കുകയാണ്.
രാജ്യത്തിന്റെ 75ാം സ്വാതന്ത്ര്യ വാർഷിക ദിനത്തോടനുബന്ധിച്ച് മേഖലയിലെ വിവിധ പഞ്ചായത്തുകൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു. സ്വാതന്ത്ര്യദിനത്തിൽ വടക്കാഞ്ചേരി CPIM ഏരിയ കമ്മിറ്റി ഓഫീസിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും കുന്നംകുളം MLAയുമായ AC മൊയ്തീൻ ദേശീയ പതാക ഉയർത്തി. ഭരണഘടനയുടെ ആമുഖം വായിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. CPIM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ, CPIM മുതിർന്ന നേതാവ് K പത്മനാഭൻ, എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CITU ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായ S ബസന്തലാൽ, CITU ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KM മൊയ്തു, CPIM ഏരിയ കമ്മിറ്റി അംഗം NK പ്രമോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എങ്ങനെയാണ് ഈ രാജ്യം രൂപപ്പെട്ടതെന്നും 75 വർഷം നിന്നത് എന്ന് പഠിക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്നൊരു സാഹചര്യം രാജ്യത്തുണ്ടായിരിക്കണം. ഇവിടെ ജനങ്ങളെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കാതെ സംസ്കരിക്കാൻ, ദേശീയ പ്രസ്ഥാനത്തിന്റെ സമരധാരകളെ കുറിച്ച് തെറ്റായ വ്യാഖ്യാനങ്ങൾ നടത്തി ചരിത്രം മാറ്റി എഴുതാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുക, ഗാന്ധിജിയെ തമസ്കരിക്കാനും പുതിയ പ്രതിബിംബങ്ങളെ കൊണ്ടുവരാനും ശ്രമിക്കുന്നു. രാജ്യഭരണാധികാരികൾ ചക്രവർത്തിയായിരുന്ന അശോകൻ, അദ്ദേഹം രൂപകൽപ്പന ചെയ്ത രാജ്യത്തിന്റെ ചിഹ്നമായി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അശോക സ്തംഭം, ശാന്ത സ്വഭാവത്തോടുള്ള സിംഹങ്ങളുടെ ചിത്രമാണ് അതിലുള്ളത്. ആ ചിത്രത്തിന്റെ ശാന്ത സ്വഭാവത്തിന് മാറ്റം വരുത്താനുള്ള ചെറിയ ശ്രമം ചെറിയ കാര്യമായിട്ട് കാണണ്ട. വലിയ മുതൽ മുടക്കി ആ ചിഹ്നം ഇന്ന് സ്ഥാപിച്ചിട്ടുള്ള ഭരണാധികാരികൾ ആ സിംഹത്തിന്റെ ശാന്ത സ്വഭാവത്തെ ക്രൗര്യ സ്വഭാവമുള്ള ഒന്നാക്കി മാറ്റാൻ ശ്രമിക്കുന്ന അർത്ഥപൂർണമായ ഒരാശയ പരികല്പനയാണ്. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് KC ഫ്രാൻസിസ് മാസ്റ്റർ പതാക ഉയർത്തി. ജോയിന്റ് സെക്രട്ടറി MK വർഗീസ് അധ്യക്ഷനായി. സെക്രട്ടറി സൗമ്യ യോഗേഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുരേഷ് ബാബു, B സുധീഷ്, റഷീദ് എരുമപ്പെട്ടി, ജോബി, ലൈബ്രറിയന്മാരായ ബിന്ദു മണികണ്ഠൻ, ഷീബ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പായസം വിതരണം ചെയ്തു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മണ്ഡലം പ്രസിഡന്റ് NK കബീർ പതാക ഉയർത്തി. ബ്ലോക്ക് പ്രസിഡന്റ് V കേശവൻ, അമ്പലപ്പാട്ട് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. മണ്ഡലത്തിലെ വിവിധ ബൂത്ത് CUC കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആഘോഷങ്ങൾ നടന്നു. കരിയന്നൂർ സെന്ററിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട് പതാക ഉയർത്തി ലഡു വിതരണം ചെയ്തു. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പൊതുവായനശാലയിൽ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ജീവിതത്തിന്റെ വസന്തകാലം മുഴുവൻ രാജ്യത്തിനു വേണ്ടി സേവനമർപ്പിച്ച വിമുക്ത ഭടശ്രേഷ്ഠരുടെ സാന്നിധ്യത്തിൽ ആഘോഷിച്ചു. ലൈബ്രറി പ്രസിഡന്റ് V മുരളി പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് ദേശീയ ഗാനാലാപനം നടന്നു. സെക്രട്ടറി G സത്യൻ അധ്യക്ഷത വഹിച്ചു. വിമുക്ത ഭട സംഘടനാ നേതാക്കളായ K രാജൻ, കുങ്കുമത്ത് ഗോപാലകൃഷ്ണൻ, P രാമകൃഷ്ണൻ, ലിസി കോര തുടങ്ങിയവർ പ്രസംഗിച്ചു. M ജയശ്രീ, GG സുരേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് ലൈബ്രറി വനിതാ വേദി അംഗങ്ങൾ ദേശഭക്തി ഗാനാലാപനവും നടത്തി. വടക്കാഞ്ചേരി നഗരസഭയിൽ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പതാക ഉയർത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, വാർഡ് കൗൺസിലർമാരായ SAA ആസാദ്, സന്ധ്യ കൊടക്കാടത്ത്, കവിത കൃഷ്ണനുണ്ണി, നഗരസഭാ സെക്രട്ടറി KK മനോജ് കുമാർ, മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി സൗത്ത് യൂണിറ്റിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷത്തോടനുബന്ധിച്ച് സംഗീത ഭവനിൽ പ്രസിഡന്റ് V നാരായണൻ പതാക ഉയർത്തി. CR രാധാകൃഷ്ണൻ, കമലം എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വരവൂർ പഞ്ചായത്തിൽ പതാക ഉയർത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ PK യശോദ, വിമല പ്രഹ്ലാദൻ, ഹിദായത്തുള്ള എന്നിവരും പഞ്ചായത്ത് അംഗങ്ങളായ PK പ്രദീപ്, V സേതുമാധവൻ, K ജിഷ, പ്രദീപ്, പഞ്ചായത്ത് സെക്രട്ടറി, മറ്റ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് മധുരം വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി ഓട്ടുപാറ യൂണിറ്റിൽ 75ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാവരുടെയും വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. വിദ്യാർത്ഥികളാണെങ്കിലും യുവജനങ്ങളാണെങ്കിലും കർഷകനാണെങ്കിലും കർഷക തൊഴിലാളികളാണെങ്കിലും അസംഘടിത തൊഴിലാളികളാണെങ്കിലും എല്ലാവരും തന്നെ ഒരേ മനസ്സോടുകൂടി ഇന്ത്യയെ സ്വതന്ത്രമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വലിയ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ആകെ തുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്നത്. ഈ ഘട്ടത്തിൽ നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുമ്പോഴും
ആ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിച്ചിരുന്ന ആളുകളെല്ലാവരും വിഭാവനം ചെയ്ത, അവരെല്ലാവരും സ്വപ്നം കണ്ട നമ്മുടെ ദേശാഭിമാനികളായിട്ടുള്ള, ദേശസ്നേഹികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ, സ്വാതന്ത്ര്യ സമര പോരാളികളൊക്കെ തന്നെ സ്വപ്നം കണ്ട ആ ഒരു ഇന്ത്യയാണോ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതാണ്. യൂണിറ്റ് രക്ഷാധികാരി PN അനിൽകുമാർ ദേശീയ പതാക ഉയർത്തി. യൂണിറ്റ് പ്രസിഡന്റ് EK കുമാരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കണ്ണൻ, ട്രഷറർ NK ടിൻഡോ, ജോയിന്റ് സെക്രട്ടറിമാരായ മുകുന്ദൻ, സുനിൽ, വൈസ് പ്രസിഡന്റ് കൊച്ചുമാധവൻ തുടങ്ങി നിരവധി വ്യാപാരികളും പങ്കെടുത്തു. എല്ലാ പൗരന്മാർക്കും സാമൂഹികവും രാഷ്ട്രീയമായ ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം 76ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇരട്ടക്കുളങ്ങര HMC സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 9ാം ഡിവിഷൻ കൗൺസിലർ സരിത ദീപൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. എല്ലാ വർഷവും ഇന്ത്യ വരച്ച് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നൊരു സംവിധാനം കാലങ്ങളായി നടന്നു വരുന്നതാണ്. 75ാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായി രാജ്യമൊട്ടുക്ക് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇരട്ടക്കുളങ്ങര പ്രദേശം ഒട്ടും പുറകിലേക്ക് പോകരുതെന്നൊരാഗ്രഹത്തോടു കൂടി ഇവിടുത്തെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയോടുകൂടി നടത്തിയ സുഹൃത്തുക്കളെല്ലാവരും 120 കിലോ ഉപ്പാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 100 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തേക്ക് ഉള്ള ഒരു ഇന്ത്യയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. 75 സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് എല്ലാവരും ഒരുമിച്ച് ഇന്നലെ രാത്രി കൂടി സന്തോഷകരമായിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. 75ാം സ്വാതന്ത്ര്യ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും പദയാത്രയും സംഘടിപ്പിച്ചു. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ രാവിലെ മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പദയാത്ര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ഇന്നെങ്കിലും അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാതന്ത്ര്യം എപ്പോഴാണ് വേണ്ടത്? എല്ലാ യൂണിറ്റുകളിലും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അഭിമാനമുണ്ട്. ധീരദേശാഭിമാനികൾ, ഒട്ടനവധി ധീരദേശാഭിമാനികൾ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നമുക്കറിയാം കർമ്മധീരരായ നേതാക്കന്മാർ ബലിയർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ നിലനിൽപ്പിന് മുന്നിൽ അവർ വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം 75 വർഷത്തിന് ശേഷം അവർ ഇന്ന് കിട്ടിയെന്ന് ആഘോഷിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് INTUC എരുമപ്പെട്ടി യൂണിയൻ പ്രസിഡന്റ് TK ദേവസി പതാക ഉയർത്തി. ജോയിന്റ് സെക്രട്ടറി TK ഭാസ്കരൻ, ലീഡർ KK ഷാജു, VV ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറം ജുമാ മസ്ജിദിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പള്ളി ഇമാം മുഹമ്മദ് ഷെരീഫ് സുഹരി പതാക ഉയർത്തി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ഗുസ്തി മത്സരത്തിൽ സ്വർണം നേടിയ KR വിഷ്ണുവിനെയും ചടങ്ങിൽ അനുമോദിച്ചു. നെല്ലുവായ് ധന്വന്തരി ആയുർവേദ ആശുപത്രി ഡോക്ടർ അരുൺ കൈമൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പള്ളി പ്രസിഡന്റ് KP നിഷാദ്, വൈസ് പ്രസിഡന്റ് അലി അക്ബർ, സെക്രട്ടറി KP ഷൗക്കത്തലി എന്നിവർ നേതൃത്വം നൽകി. CPM എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഏരിയ കമ്മിറ്റി അംഗം KM അഷറഫ് എരുമപ്പെട്ടി സെന്ററിൽ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനത്തിന് ബ്രാഞ്ച് സെക്രട്ടറി KK യോഗേഷ് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗം കുഞ്ഞുമോൻ കരിയന്നൂർ ഭരണഘടന ആമുഖം വായിക്കുകയും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. MK മണികണ്ഠൻ, TK ശിവൻ, VB ജയേഷ് എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ 75ാം സ്വാതന്ത്ര്യ വാർഷികാഘോഷ ദിനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ ദേശീയ പതാക ഉയർത്തി. S ഹംസ, TV സണ്ണി, സിന്ധു സുബ്രഹ്മണ്യൻ, ശശി മംഗലം, നാസർ മങ്കര, സൈറ ബാനു, അബൂബക്കർ, ബിജു ഇസ്മായിൽ, ഗോപാലൻ മങ്കര എന്നിവർ നേതൃത്വം നൽകി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ രാജ്യത്തിന്റെ 76ാമത് സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ രീതിയിൽ കൊണ്ടാടി. രാവിലെ 9 മണിക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് പതാക ഉയർത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് പ്രസിഡന്റ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഹോളി ക്രോസ് സ്കൂൾ മുള്ളൂർക്കരയിലെ വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്
വിവിധ കലാപരിപാടികൾ, വജ്ര ജൂബിലി ഫെലോഷിപ്പ് ഗ്രൂപ്പ് മുള്ളൂർക്കര എന്നിവർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ആസ്വാദകരവും നയനമനോഹരവുമായിരുന്നു. വൈസ് പ്രസിഡന്റ് വി കെ തങ്കപ്പൻ, സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ്, പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളറക്കാട് പള്ളി സെന്ററിൽ വെച്ച് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് സ്മിത കോടനാട് പതാക ഉയർത്തി. റിട്ടയർഡ് മേജർ കെ പി ജോസഫ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഷംസുദ്ദീൻ ചിറ്റിലങ്ങാട്, ഒ എസ് സുധാകരൻ, ഷൗക്കത്ത് കടങ്ങോട്, ഇ കെ മിനി എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ കെ കെ ഭൂപേഷ് പതാക ഉയർത്തി. തുടർന്ന് പരേഡ് നടന്നു. വഴിയാത്രക്കാർക്ക് മധുരം വിതരണം നടത്തി. SI-മാരായ TC അനുരാജ്, കെ പി ഷിബു, സി ശ്രീകുമാർ, ASI KR ജയൻ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിനത്തിൽ എരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ പായസ വിതരണം നടത്തി. അസോസിയേഷന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി, ചേലക്കര, പഴയന്നൂർ എന്നിവിടങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ മധുരം വിതരണം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഷമീർ, മേഖലാ പ്രസിഡന്റ് ചന്ദ്രബോസ്, ഫ്രാൻസിസ്, ബാബുരാജ് നെല്ലുവായ്, അബി, ഷിജു എഴുത്തുപുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷൻ വ്യാപാരി ഭവന് മുന്നിൽ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ പതാക ഉയർത്തി. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത ക്യാപ്റ്റൻ ചന്ദ്രശേഖരൻ കുങ്കുമത്ത്, നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ അഡ്മിഷൻ ലഭിച്ച അജുൽ രാമകൃഷ്ണൻ എന്നിവരെ ആദരിക്കുകയും തുടർന്ന് മധുരപലഹാരം വിതരണം നടത്തുകയും ചെയ്തു. രാജ്യത്തിനു വേണ്ടി ഡിഫൻസിൽ ജോലി ചെയ്യുവാനും 1971 യുദ്ധത്തിൽ പങ്കെടുക്കുവാനും സാധിച്ചതിൽ താൻ അഭിമാനിക്കുന്നുവെന്ന് ക്യാപ്റ്റൻ ചന്ദ്രശേഖരൻ കുങ്കുമത്ത് പറഞ്ഞു. ചടങ്ങിൽ PN ഗോകുലൻ, PS അബ്ദുൽ സലാം, ഷിജോ തലക്കോടൻ, CA ഷംസുദ്ദീൻ, പ്രശാന്ത് P മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. Pakistan border, I was there. I became lieutenant in Indian Army. It is difficult to get admission in the NDA, National Defense Academy, because it's a very tough to get admission in that. Am I correct or not? Yeah. The man who got, the boy who got admission in NDA, he will be the best man and thank you very much. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിൽ 8ാം ദിവസമായ തിങ്കളാഴ്ച കുമാരി പൂജ നടന്നു. 2 വയസ്സ് മുതൽ 10 വയസ്സുവരെയുള്ള കുമാരിമാരെ ദേവീഭാവത്തിൽ പൂജിച്ച് അവർക്ക് വസ്ത്രങ്ങളും മധുര പലഹാരങ്ങളും നൽകുന്ന ചടങ്ങാണ് നടന്നത്. ശോഭ ചന്ദ്രൻ, പ്രസീത സുകുമാരൻ, AK വിജയലക്ഷ്മി, വനജ ശങ്കർ, VB പ്രിയ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. യജ്ഞ സമാപന ദിവസമായ ചൊവ്വാഴ്ച മണിദ്വീപ വർണ്ണനം, ചിന്താമണി ഗൃഹവർണ്ണനം, പൂത്തോല പ്രദക്ഷിണം എന്നിവയോടെ 9 ദിവസത്തെ പരിപാടികൾ സമാപിക്കും. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. കഞ്ചാവ് നട്ടുവളർത്തിയ കേസിൽ മധ്യവയസ്കനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ലക്ഷം വീട് കണ്ടങ്ങത്ത് 45 വയസ്സുള്ള ശിവദാസനാണ് അറസ്റ്റിലായത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ MR മനോജും സംഘവും നടത്തിയ പരിശോധനയിലാണ് പ്രതി അറസ്റ്റിലായത്. വീടിന് പിൻഭാഗത്ത് നിന്നും 188 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടിയാണ് ഉദ്യോഗസ്ഥർ കണ്ടുപിടിച്ചത്. നീലച്ചടയൻ ഇനത്തിൽപ്പെട്ടതും അപൂർവമായി മാത്രം ഈ പ്രദേശത്ത് കാണുന്നതുമാണ്. സ്വന്തം ഉപയോഗത്തിനും കൂടാതെ കഞ്ചാവ് വിൽപ്പനയ്ക്കുമായാണ് കഞ്ചാവ് ചെടി നട്ടുവളർത്തിയതെന്നും പ്രതി പറയുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ CG സൈമൺ,
പ്രിവന്റീവ് ഓഫീസർ CP പ്രഭാകരൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ VS സുരേഷ് കുമാർ, ബിപിൻ ഭാസ്കർ, വനിതാ ഓഫീസർ KU ആദിത്യ തുടങ്ങിയ എക്സൈസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കേന്ദ്ര കേരള സർക്കാരുകളുടെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവസങ്കല്പ പദയാത്ര നടത്തി. രാവിലെ പാഞ്ഞാൾ പഞ്ചായത്തിന് മുന്നിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പതാക ഉയർത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. തുടർന്ന് നടന്ന പദയാത്രയുടെ ഉദ്ഘാടനം DCC ജനറൽ സെക്രട്ടറി ജോണി മണിച്ചിറ, പാഞ്ഞാൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ TK വാസുദേവന് പതാക നൽകി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം മുൻ പ്രസിഡന്റ് ഗിരിജ വല്ലഭൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ KC ശിവദാസൻ, മജീദ്, PT ജയ്സൺ, സണ്ണി, രാഹുൽ, സൂര്യൻ, ഉഷ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പാഞ്ഞാൾ ആരിഞ്ചോട് സമീപം തിരിച്ചെത്തിയ പദയാത്ര പഞ്ചായത്തിന് സമീപം അവസാനിച്ചു. പായസവും മധുര പലഹാരങ്ങളും വിതരണം നടത്തി. ഇന്ത്യ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കുക ഇല്ല എന്ന് വളരെ വൈകിയ വേളയിലെങ്കിലും നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കിയിരിക്കുകയാണ്. അതിന് നമുക്ക് നന്ദിയുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിച്ചത് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനവും ഇന്ത്യയിലെ ദേശീയ നേതാക്കളും അവരാരൊക്കെ ആണ് എന്നുള്ളത് ഇവിടുത്തെ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ചരിത്രം പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികളായ നമുക്കും ഒക്കെ അറിയാവുന്ന വസ്തുതയാണ്. NCPയുടെ പോഷക സംഘടനയായ നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യ വാർഷിക ദിനത്തോടനുബന്ധിച്ച് തലപ്പള്ളി താലൂക്ക് ഓഫീസ് പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. NCP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മനോജ് കടമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. തഹസിൽദാർ MK കിഷോർ, ജില്ലാ സെക്രട്ടറി CK ബാലകൃഷ്ണൻ, അരുൺ S നായർ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ശ്രീജിത്ത് NM, രാജൻ അമരവളപ്പിൽ, ഉണ്ണിക്കുട്ടൻ കരുമത്ര, ശങ്കരൻ വടക്കേമ്പാട്ട്, രാജു നെല്ലിക്കാട്ടിൽ, ജബ്ബാർ, ഗിരി തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. ജനസേവന പ്രവൃത്തികൾ ഏറ്റെടുത്തുകൊണ്ട് NCPയുടെ യൂത്ത് വിഭാഗമായിട്ടുള്ള NYC അവരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ നടത്തുന്നത്. ശരിക്ക് ഇന്നത്തെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ സേവന മനസ്ഥിതി ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന കാലഘട്ടത്തിൽ പുതുതലമുറയ്ക്ക് സ്വാതന്ത്ര്യദിന സന്ദേശത്തോടു തന്നെ ഇത്രയും ജനങ്ങൾ ഈ മുനിസിപ്പാലിറ്റി ഈ കോടതി വളപ്പിലേക്ക് വരുമ്പോഴും അവിടെ പരിസരം വൃത്തിയാക്കി ഇടേണ്ടത് ജനങ്ങളുടെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ വേണം എന്ന രീതിയിലാണ് ഇന്നിവർ ഈ സേവന പ്രവൃത്തിയുടെ നടത്തുന്നത്. 76ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് മേഖലയിലെ വിവിധ സ്കൂളുകളിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ വിപുലമായി ആഘോഷിച്ചു. ഭാരതത്തിന്റെ 76ാം സ്വാതന്ത്ര്യദിനം വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പ്രമോദ് S, VHSC പ്രിൻസിപ്പൽ വിജന AB, ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് പൊന്നമ്മ EK, PTA പ്രസിഡന്റ് വിനോദ് AK, MPTA പ്രസിഡന്റ് സജിനി ജിപ്സൺ, കോമൺ സ്റ്റാഫ് സെക്രട്ടറി ശ്രീവത്സൻ KC, ജ്യോതിഷ് CB തുടങ്ങിയവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഹയർ സെക്കൻഡറി VHSC ഹൈസ്കൂൾ കുട്ടികളുടെ വന്ദേമാതരം, ദേശഭക്തി ഗാനം, ഫ്ലാഷ് മോബ് തുടങ്ങിയവ ഉണ്ടായി. ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രധാന അധ്യാപിക KA സുജിനി പതാക ഉയർത്തി. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് PM യൂസഫ് അധ്യക്ഷനായി. മെമ്പർമാരായ സുധീഷ് പറമ്പിൽ, MC ഐജു, SMC ചെയർമാൻ A വിജയൻ, MPTA പ്രസിഡന്റ് ഷാനി പ്രമോദ്,
അധ്യാപിക ശാന്തി എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുരം വിതരണം നടന്നു. ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ 25ാം വാർഷികം സമുചിതമായി ആഘോഷിച്ചുകൊണ്ട് ശ്രീ വ്യാസ NSS കോളേജിന്റെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി നഗരത്തിൽ സ്വാതന്ത്ര്യദിന ഘോഷയാത്ര നടത്തി. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിന്നും പ്രിൻസിപ്പൽ ഡോക്ടർ പി ഗീത ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏറ്റവും മുന്നിൽ മാർച്ച് പാസ്റ്റ് നടത്തിയ NCCക്കും ഏറ്റവും പുറകിൽ ദേശഭക്തി ഗാനങ്ങളുമായി അണിനിരന്ന NSS യൂണിറ്റുകൾക്കും ഇടയിലായി കോളേജിലെ 8 പഠന വകുപ്പുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ത്രിവർണ്ണ വസ്ത്രങ്ങൾ അണിഞ്ഞ വിദ്യാർത്ഥികൾ ദേശീയ പതാകകളും പ്ലക്കാർഡുകളുമായാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത്. NCC കേഡറ്റുകളുടെ ദേശീയ പതാക ഡ്രില്ലുകൾ കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി. ചിറ്റണ്ട ജ്ഞാനോദയം UP സ്കൂളിൽ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രധാന അധ്യാപിക PP ലാലി ടീച്ചർ ത്രിവർണ്ണ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ S ബസന്തലാൽ, വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, PTA പ്രസിഡന്റ് സുരഭി വിനോദ്, വൈസ് പ്രസിഡന്റ് KK ജേക്കബ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ദേശഭക്തിഗാനം, പ്രസംഗം, സ്വാതന്ത്ര്യദിന റാലി എന്നിവയും സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ പ്രച്ഛന്നവേഷം എന്നിവയും ഉണ്ടായിരുന്നു. ചിറ്റണ്ട വൈൽഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്കൂൾ അങ്കണത്തിൽ 75 എന്നെഴുതി കുട്ടികൾ അണിനിരന്നു. ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രിൻസിപ്പൽ KB പ്രീത പതാക ഉയർത്തി. ഹെഡ്മാസ്റ്റർ PV ഹൈദരാലി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് നടന്ന റാലിയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. NCC SPC കേഡറ്റുകളുടെ പരേഡും നടന്നു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ, SMC ചെയർമാൻ NK കബീർ, OSA പ്രസിഡന്റ് MT വേലായുധൻ മാസ്റ്റർ, സെക്രട്ടറി KA ഫരീദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനവും സംഘനൃത്തവും അരങ്ങേറി. OSAയുടെ നേതൃത്വത്തിൽ പായസ വിതരണവും നടന്നു. 76ാം സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ വടക്കാഞ്ചേരി സെന്റ് പൈത്ത് സ്കൂളിൽ രാവിലെ 8:30 വാർഡ് കൗൺസിലർ ജിജി സാംസന്റെ അധ്യക്ഷതയിൽ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റോസ് ആൻഡ് ദേശീയ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് ജോബി പാറയ്ക്കൽ, വൈസ് പ്രസിഡന്റ് റോണി കൊള്ളന്നൂർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ചിത്രരചന, ക്വിസ്, പ്രസംഗം, ദേശഭക്തി ഗാനം, രക്ഷിതാക്കൾക്കുള്ള ക്വിസ് എന്നീ മത്സരങ്ങൾ നടത്തി. മത്സര വിജയികൾക്ക് സമ്മാനദാനം നൽകുകയും മധുര പലഹാരങ്ങൾ വിതരണം നടത്തുകയും ചെയ്തു. അധ്യാപകരായ ഷാബിദ, ജെനി, ബിന്ദു, ഗാർഗി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പ്രധാന അധ്യാപിക ഇൻചാർജ് അജിത പതാക ഉയർത്തി. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം വിമല പ്രഹ്ലാദൻ, പഞ്ചായത്ത് അംഗങ്ങളായ PS പ്രദീപ്, സേതു മാധവൻ, PTA പ്രസിഡന്റ് BG സുനിൽ എന്നിവർ സ്വാതന്ത്ര്യദിന ആശംസകൾ നൽകി സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ സ്വാതന്ത്ര്യദിന റാലിയും ഇതിനോടനുബന്ധിച്ച് നടത്തിയ മത്സരത്തിലെ വിജയികളെ അനുമോദിക്കലും നടന്നു. വെള്ളറക്കാട് വിവേകസാഗരം UP സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രധാന അധ്യാപകൻ ഡാൻഡിസ് K മുരുങ്ങത്തേരി പതാക ഉയർത്തി. വാർഡ് മെമ്പർ MV ധനീഷ് അധ്യക്ഷനായി. PTA പ്രസിഡന്റ് ഡോക്ടർ ഫസലു, മാനേജർ പ്രതിനിധി ഹർഷൻ പള്ളിയത്ത് എന്നിവർ സന്ദേശം നൽകി. മുളൂർക്കര പഞ്ചായത്തിലെ കാഞ്ഞിരശ്ശേരി GMLP സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി ആചരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷെല്ലി ജോസ് പതാക ഉയർത്തി. അധ്യാപക പ്രതിനിധി വിമൽ മാസ്റ്റർ കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി.
ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങി ഝാൻസി റാണി തുടങ്ങിയ അനേകം ധീര വനിതകളുടെ പ്രയത്നഫലമായി ലഭിച്ച സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ കുഞ്ഞു മക്കൾ ഇന്ന് ഇവിടെ നമ്മുടെ മുന്നിലെ അവരുടെ രൂപത്തിലും ഭാവത്തിലുമെല്ലാം അണിനിരന്നുകൊണ്ട് നിൽക്കുന്നത് നല്ല ഒരു കൗതുകകരമായ കാഴ്ചയാണ്. തുടർന്ന് ചടങ്ങിൽ സന്നിഹിതരായ PTA പ്രസിഡന്റ് മണികണ്ഠൻ, MPTA പ്രസിഡന്റ് ദീപ, അധ്യാപക പ്രതിനിധി കൃഷ്ണകുമാരി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് പതാക നിർമ്മാണം, പ്രസംഗം, ക്വിസ് തുടങ്ങിയ മത്സരങ്ങളുടെ വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. ഈ വർഷം പുതിയതായി ബുൾബുൾ പ്രവേശനം നേടിയ 25 കുട്ടികൾക്കുള്ള ചിഹ്നദാന ചടങ്ങ് നടത്തുകയുണ്ടായി. മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് റാലി നടത്തുകയും കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. റാലിയിൽ ഗാന്ധിജി, നെഹ്റു, ഭഗത് സിംഗ്, ഭാരത് മാത തുടങ്ങിയവരുടെ വേഷവിധാനങ്ങൾ അനുകരിച്ചിരുന്നു. രക്ഷിതാക്കളുടെ ദേശഭക്തി ഗാനവും ഉണ്ടായിരുന്നു. 75ാം സ്വാതന്ത്ര്യ വാർഷിക ദിനത്തോടനുബന്ധിച്ച് 75 കുട്ടികളെ ഉൾപ്പെടുത്തി മാസ് ഡ്രിൽ നടത്തി. തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികൾ ഉണ്ടായി. ദേശീയ ഗാനത്തോടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം സമാപിച്ചു. അവരെ ഈ ബുൾബുൾസ് ആവാൻ വേണ്ടിയിട്ട് ബാഡ്ജ് ഇടത്തെ കയ്യിൽ സെൻട്രലായിട്ട് ബാഡ്ജ് കുത്തി കൊടുക്കും കേട്ടോ. കാഞ്ഞിരക്കോട് കൊരട്ടയം കുന്ന് 21 നമ്പർ അംഗനവാടിയിൽ 76ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം നടന്നു. വാർഡ് മെമ്പർ ഷീജ സുരേഷ് ദേശീയ പതാക ഉയർത്തി. അംഗനവാടി ടീച്ചർ KK ചന്ദ്രിക, ഹെൽപ്പർ റീന, രക്ഷിതാക്കൾ, ADS, CDS അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് മധുരപലഹാര വിതരണവും കുട്ടികളുടെ ദേശഭക്തി ഗാനാലാപനവും നടന്നു. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മാനേജർ ഫാദർ ജോഷി ആളൂർ പതാക ഉയർത്തി. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആൻസിലിൻ പൂവത്താനം, PTA പ്രസിഡന്റ് ജോൺ ലൂയിസ്, ട്രസ്റ്റ് സെക്രട്ടറി ബാബു ജോർജ്, മദർ PTA സിന്ധു സന്തോഷ്, ചർച്ച് ട്രസ്റ്റി KT സിൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക രതി VB, പ്രിൻസിപ്പൽ ഇൻചാർജ് ഉണ്ണികൃഷ്ണൻ B എന്നിവർ സംയുക്തമായി ചേർന്ന് സ്കൂൾ അങ്കണത്തിൽ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും PTA-യുടെയും സാന്നിധ്യത്തിൽ പതാക ഉയർത്തി. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ SHO ബിന്ദുലാൽ PB, SPC വിദ്യാർത്ഥികളുടെ പരേഡ് സല്യൂട്ട് സ്വീകരിച്ചു. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പ്രസംഗം, ദേശഭക്തി ഗാനം എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങൾക്ക് SHO ബിന്ദുലാൽ PB സമ്മാനദാനം നിർവഹിച്ചു. തുടർന്ന് സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു. കുട്ടികളുടെ ഫ്ലാഷ് മോബും അരങ്ങേറി. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള പായസ വിതരണത്തിന്റെ ഉദ്ഘാടനം വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത നിർവഹിച്ചു. കടങ്ങോട് പാറപ്പുറം ഗവൺമെന്റ് LP സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷവും അക്കാദമിക് പഠനോപകരണങ്ങളുടെ പ്രദർശനവും നടന്നു. ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി കയ്യൊപ്പ് ചാർത്തൽ, ഭരണഘടനയുടെ ആമുഖം വായന, ഗാന്ധിമരം നടൽ, സ്വാതന്ത്ര്യ മരം ഒരുക്കൽ എന്നിവയും സംഘടിപ്പിച്ചു.
ദേശഭക്തി ഗാനം, ചിത്രരചന, പ്രസംഗം, അമ്മ വായന, ക്വിസ് എന്നീ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. LP വിദ്യാർത്ഥികളുടെ കഴിവിനനുസരിച്ച് അവതരിപ്പിച്ച അക്കാദമിക് പഠനോപകരണ പ്രദർശനം ശ്രദ്ധേയമായി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ബീന രമേശ് അധ്യക്ഷയായി. പ്രധാന അധ്യാപിക VK ബീന, PTA പ്രസിഡന്റ് CK രമേശ്, MPTA പ്രസിഡന്റ് രേഷ്മ ധനീഷ്, SMC ചെയർമാൻ ജയൻ, സ്റ്റാഫ് സെക്രട്ടറി ജയ എന്നിവർ സംസാരിച്ചു. കാഞ്ഞിരക്കോട് അംഗനവാടിയിൽ എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി പതാക ഉയർത്തി. KV ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപിക മിനി സന്നിഹിതയായിരുന്നു. കുണ്ടന്നൂർ സെന്റ് ജോസഫ് UP സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ഓഗസ്റ്റ് 10 സ്വാതന്ത്ര്യത്തിന്റെ കയ്യൊപ്പ് പരിപാടി PTA പ്രസിഡന്റ് ഡാമി ADയുടെ അധ്യക്ഷതയിൽ നടന്നു. വെള്ള ക്യാൻവാസിൽ PTA പ്രസിഡന്റ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ കയ്യൊപ്പ് രേഖപ്പെടുത്തി. കുട്ടികൾ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്ര പ്രദർശനവും നടന്നു. ഓഗസ്റ്റ് 11 ഗാന്ധിമരം നടൽ എരുമപ്പെട്ടി പഞ്ചായത്ത് വാർഡ് മെമ്പർ PK മാധവന്റെ നേതൃത്വത്തിൽ നടന്നു. ഓഗസ്റ്റ് 12 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ചു. തുടർന്ന് സ്വാതന്ത്ര്യദിന ക്വിസ്, പ്രസംഗ മത്സരം, പ്രച്ഛന്നവേഷം, ദേശഭക്തിഗാന മത്സരം, ദേശഭക്തിഗാനത്തിന്റെ നൃത്താവിഷ്കാരം എന്നീ പരിപാടികൾ നടത്തി. ഓഗസ്റ്റ് 15 രാവിലെ 9 മണിക്ക് ഹെഡ്മാസ്റ്റർ ജോസഫ് മാസ്റ്റർ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ പാറയിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ഫ്ലാഗ് സല്യൂട്ടും നടത്തി. ദേശഭക്തി ഗാനാലാപനമുണ്ടായി. വാർഡ് മെമ്പർ PK മാധവൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഷിൻഡോ പാറയിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യം നമ്മെ സംബന്ധിച്ച് വളരെ അമൂല്യമായ ഒരു അനുഭവമായിട്ട് നിൽക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് നമ്മൾ ഓരോരുത്തരും വരുമ്പോൾ ഈ വലിയ ഒരു സന്തോഷവും ഇന്ത്യ എന്ന മഹാരാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനവും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകണം, ചിന്തയിലും പ്രവർത്തനവും ഉണ്ടാകണം. എങ്കിലേ സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമ്മളൊക്കെ നടന്നെടുക്കുകയുള്ളൂ. ആ ഒരു ലക്ഷ്യം നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാകാൻ, എവിടെയായിരുന്നാലും നമ്മുടെ മഹാരാജ്യത്തെക്കുറിച്ച് അഭിമാനത്തോടെ ഓർക്കാനും രാജ്യത്തിന് വേണ്ടി നിലകൊള്ളാനും വിഘടിതമായ രീതിയിൽ അതിനെതിരെ എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രതിനിധിയായ പുഷ്പ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് PTA പ്രസിഡന്റ് ഡാമി AD, MPTA പ്രസിഡന്റ് ജസ്റ്റീന ജിമ്മി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ സ്വാതന്ത്ര്യദിന റാലി നടത്തി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷത്തിൽ കുട്ടികൾ റാലിയിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കലാപരിപാടികളും മധുര വിതരണവും നടത്തി. തുടർന്ന് സമ്മാനദാനവും ഉണ്ടായി. അധ്യാപകരായ ഫീമ, ജിംസി, സീന എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് സ്കൂളിൽ പതാക ഉയർത്തി. സ്വാതന്ത്ര്യ സമര പ്രതിജ്ഞയെടുത്തു. തുടർന്ന് തലപ്പള്ളി താലൂക്ക് അങ്കണത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിലേക്ക് റാലിയും നടത്തി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വാർഡ് കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് എന്നിവർ പങ്കെടുത്തു. ആസാദ് കാ അമൃത് മഹോത്സവ് എന്ന പേരിൽ ഭാരതത്തിന്റെ 76ാം സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നതിനെ പ്രതിപാദ്യ വിഷയമാക്കിയാണ് ഈ വർഷത്തെ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. നിയമ ഭരണഘടനാ ബോധവൽക്കരണ പരിപാടിയോടനുബന്ധിച്ച് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. തുടർന്ന് നടന്ന സ്വാതന്ത്ര്യ സമര ചരിത്ര സംഗമത്തിൽ UPSCയിൽ സീനിയർ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ വിജയൻ പുന്നത്തൂർ ഗാന്ധി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ S പ്രമോദിന്റെ അധ്യക്ഷതയിൽ പ്രോഗ്രാം ഓഫീസർ ജിമ്മി ലൂക്കോസ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. 18-ാം തീയതി ക്യാമ്പ് സമാപിക്കും. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ പതാക ഉയർത്തി. സ്വാതന്ത്ര്യത്തിന്റെ കയ്യൊപ്പ് പരിപാടി സംഘടിപ്പിച്ചു. കൂടാതെ ദേശഭക്തി ഗാനാലാപനം, ഗാന്ധിമരം നടൽ, സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങളുടെ പ്രതീകമായി ഗൈഡ്സ് വിദ്യാർത്ഥിനികൾ 75 ദീപങ്ങൾ തെളിയിക്കുക എന്നീ വൈവിധ്യമാർന്ന പരിപാടികളും സംഘടിപ്പിച്ചു. തുടർന്ന് തലപ്പള്ളി താലൂക്ക് അങ്കണത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ഫ്ലാഷ് മോബ് നടത്തി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA സന്നിഹിതനായിരുന്നു. വടക്കാഞ്ചേരിയിലെ വിവിധയിടങ്ങളിലും സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ S പ്രമോദിന്റെ അധ്യക്ഷതയിൽ ഗൈഡ്സ് ആൻഡ് ക്യാപ്റ്റൻ പ്രീതി KR പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ഗ്രാമപഞ്ചായത്ത് 76ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാലിന്റെ അധ്യക്ഷതയിൽ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ഡയറക്ടർ TK വാസു ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MC ഐജു, ES സുരേഷ്, NP അജയൻ, സുധീഷ് പറമ്പിൽ, PM സജി, KB ബബിത, PK മാധവൻ, റിജി ജോർജ്, സതി മണികണ്ഠൻ, പഞ്ചായത്ത് സെക്രട്ടറി AL തോമസ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് VEO ജസ്റ്റിൻ സെബാസ്റ്റ്യൻ സന്നിഹിതനായിരുന്നു. ആൾക്കാരെയല്ല, നമ്മൾ അറിയാത്ത പലരുമാണ് നമുക്ക് വേണ്ടി അതെല്ലാം മുടക്കിയത്. അങ്ങനെ വരുമ്പോഴാണ് എന്റെ ജീവിതത്തിൽ, എന്റെ ഈ വിജയത്തിൽ ഞാൻ മാത്രമല്ല, എന്റെ സമൂഹമുണ്ട്, എന്റെ അച്ഛനമ്മമാരുണ്ട്, എന്റെ നാടുണ്ട്, ഞാൻ അറിയാത്ത എന്റെ നാട്ടിലെ ജനങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് തീർച്ചയായും ഒരു ഉന്നതമായ എന്ന് പറഞ്ഞത് പഠിക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ജോലി ഇപ്പോ ഇന്നതിന് വേണ്ടിയാണ് ജോലി എന്ന് പറയാനാവില്ല. പഠിച്ചത് ഇനി ജോലി കിട്ടാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. പഠിച്ചാലും ജോലി കിട്ടുന്നില്ല എന്നുള്ള സ്ഥിതിയുണ്ട്. അപ്പൊ ഞാനതിനെ ഇങ്ങനെ കണക്കുകൾ സൂചിപ്പിച്ചാൽ രാഷ്ട്രീയം പറഞ്ഞു എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് കണക്കുകളൊന്നും തന്നെ ഞാൻ രേഖപ്പെടുത്തില്ല. ഉള്ളില് ഇങ്ങനെ ഉള്ള കണക്കുകളുണ്ട്, അതൊന്നും തന്നെ ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത് അല്ലാത്ത ഒരു കാര്യത്തിൽ. പക്ഷെ നമ്മൾ പഠിച്ചതിന് ജോലി ലഭിക്കുന്ന ഒരു കാലമല്ല. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് നിവാസികളുടെ കൂട്ടായ്മയായ ദേശമംഗലം പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ SSLC +2 വിഭാഗങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. തുടർ വിദ്യാഭ്യാസത്തിന് പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സ്കോളർഷിപ്പ് നൽകുകയും ദേശമംഗലം ഗവൺമെന്റ് VHSE സ്കൂളിലേക്ക് 50 കസേരകൾ സംഭാവന നൽകുകയും ചെയ്തു. തുടർന്ന് മധുര പലഹാര വിതരണവും നടന്നു. DPE പ്രസിഡന്റ് അബു താഹിറിന്റെ അധ്യക്ഷതയിൽ ദേശമംഗലം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ശിരസ് ഉയർന്നിരിക്കണം, നമ്മുടെ മനസ്സ് നിർഭയമായിരിക്കണം. നമ്മുടെ ശിരസ് ഉന്നതവും മനസ്സ് നിർഭയവുമായിരിക്കണമെങ്കിൽ നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം, ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കപ്പെടണം, ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണം, ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PS ലക്ഷ്മണൻ മുഖ്യപ്രഭാഷണം നടത്തി. DPA രക്ഷാധികാരി TS മമ്മി, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ വിജി ടീച്ചർ, HM ഷീല CJ, വ്യാപാരി സെക്രട്ടറി PAM അഷറഫ്, PTA പ്രസിഡന്റ് പ്രഭാകരൻ, SMC ചെയർമാൻ ബേബീഷ് എന്നിവർ സംസാരിച്ചു. DPA സെക്രട്ടറിമാരായ ഫൈസൽ, KH, സലീം PH എന്നിവർ സന്നിഹിതരായിരുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 96, 97, 10 H ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചാണ് തുടക്കം കുറിച്ചത്. തുടർന്ന് ഓർമ്മ പുതുക്കലും കലാപരിപാടികളും നടന്നു. സദ്യയും ഒരുക്കിയിരുന്നു. സംഘാടകരായ ശോഭാനന്ദൻ, സുബ്രഹ്മണ്യൻ, സതീഷ്, ഫസീല, സുബീറ, ഷീല, സിന്ധു, ജിഷ, സ്മിത, സജി എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ടൗണിൽ റെയിൽവേ അടിപ്പാത ഉടൻ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ജനകീയ സത്യാഗ്രഹം ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അതിന്റെ സത്ത എന്താണെന്ന് ഗാന്ധിജിയോട് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായ വിനോബയോട് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാരണമാണ് ഞാൻ കൊണ്ടിരിക്കുന്നത്. അപ്പൊ വിനോബ വളരെ ശാന്തമായിട്ട് പറഞ്ഞു, ഗാന്ധിയൻ ചിന്തയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹവും സേവനവുമാണ്. നഗരസഭാ കൗൺസിലർ ജിജി സാംസൺ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് K. അജിത് കുമാർ, BJP പ്രതിനിധി രാജു, CPI ലോക്കൽ സെക്രട്ടറി മഹേഷ്, ബ്ലോക്ക് പ്രസിഡന്റ് ജിജോ കുര്യൻ, വ്യാപാരി വ്യവസായി സമിതി PN ഗോകുലൻ, INC മണ്ഡലം പ്രസിഡന്റ് AS ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരതത്തിന്റെ 75ാം സ്വാതന്ത്ര്യ വാർഷിക ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ പദ്ധതികളായ പ്രമേഹ രോഗ നിർണയ ക്യാമ്പും വിശക്കുന്നവർക്ക് ഭക്ഷണം തുടങ്ങി 2 പദ്ധതികളുടെ ഉദ്ഘാടനം കുമരനെല്ലൂരിൽ നടന്നു. കുമരനെല്ലൂർ കുംഭാര കോളനിയിൽ 13ാം ഡിവിഷൻ കൗൺസിലർ മല്ലിക സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു.
ക്ലബ്ബ് പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കൽ സ്വാതന്ത്ര്യദിന പതാക ഉയർത്തി. വിശപ്പ് രഹിത പദ്ധതിയുടെ ഭാഗമായി 70 വയസ്സായ തൊമ്മൻ മകൻ ഗോവിന്ദന് കൗൺസിലർ പ്രഭാത ഭക്ഷണം നൽകി ഉദ്ഘാടനം ചെയ്തു. പ്രമേഹ രോഗ നിർണയ ക്യാമ്പിന്റെ ഉദ്ഘാടനത്തിൽ മല്ലിക സുരേഷ് തന്നെ ആദ്യ പങ്കാളിയായി. 42 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കുംഭാര കോളനിയിലെ കുലദൈവമായ മാരിയമ്മയ്ക്ക് ദീപാലങ്കാരം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സെൻട്രൽ ലയൺസ് ക്ലബ്ബ് ഏറ്റെടുത്തു. ക്ലബ്ബ് സെക്രട്ടറി കെ മണികണ്ഠൻ, സെക്കൻഡ് വൈസ് പ്രസിഡന്റ് പി രാജേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സ്വാതന്ത്ര്യദിന സന്ദേശം ഖജാൻജി കെ വി വത്സലകുമാർ രേഖപ്പെടുത്തി. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ചെയർമാൻ രഞ്ജിത്ത് രാജൻ, ഡയറക്ടർമാരായ CM അബ്ദുൽ ലത്തീഫ്, PS ലെനിൻ ബോസ് എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രമേഹ നിർണയ ക്യാമ്പിന് വിജി മനോജ് DLT നേതൃത്വം നൽകി. ഈ ലയൺസ് ക്ലബിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയോടും നടത്തുവാൻ ഇവർക്ക് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സ്വർണ്ണ വിപണി. സ്വർണ്ണ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണ്ണ ഗ്രാമിന് 4815 രൂപ, പവന് 38,520 രൂപ. സ്വർണ്ണ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യം. RRG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. പുത്തൻപള്ളിക്ക് പിൻവശം, വെള്ളിപ്പങ്ങാടിക്ക് സമീപം, തൃശൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭാരതത്തിന്റെ 76ാം സ്വാതന്ത്ര്യദിനം ജില്ലയിൽ വിപുലമായി ആഘോഷിച്ചു. വടക്കാഞ്ചേരി മേഖലയിലെ വിവിധയിടങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. തലപ്പള്ളി താലൂക്ക് മിനി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ MLA സേവ്യർ ചിറ്റിലപ്പള്ളി പതാക ഉയർത്തി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി ജീവനക്കാരുടെ അനാസ്ഥ. വാഴാലിപ്പാടം 28 നമ്പർ അംഗനവാടിയിലെ കുടിവെള്ള ടാങ്കിൽ എലിയടക്കമുള്ള ജീവികൾ ചത്തുകിടക്കുന്നതായി കണ്ടെത്തി. പ്രതിഷേധവുമായി രക്ഷിതാക്കൾ രംഗത്ത്. തൃശൂർ ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷ പരേഡിൽ SPC വിഭാഗത്തിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ 1ാം സ്ഥാനം നേടി. വിജയാഘോഷത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ SHO K മാധവൻകുട്ടി കുട്ടികൾക്ക് അഭിനന്ദനം അറിയിച്ചു. കഞ്ചാവ് നട്ടുവളർത്തിയ കേസിൽ മധ്യവയസ്കനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ലക്ഷം വീട് കണ്ടങ്ങത്ത് 45 വയസ്സുള്ള ശിവദാസനാണ് അറസ്റ്റിലായത്. കേന്ദ്ര കേരള സർക്കാരുകളുടെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവസങ്കല്പ പദയാത്ര നടത്തി. DCC ജനറൽ സെക്രട്ടറി ജോണി മണിച്ചിറ, പാഞ്ഞാൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ TV വാസുദേവന് പതാക നൽകി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ടൗണിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ജനകീയ സത്യാഗ്രഹം ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അടുത്തിടെ തുടർച്ചയായി നിരവധി അപകടങ്ങൾ റെയിൽവേ ഗേറ്റിൽ ഉണ്ടായതിനെ തുടർന്നാണ് അടിയന്തരമായി അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.